മലയാളിയുടെ സ്വഭാവവും ഞങ്ങളുടെ വീട്ടിലെ ലവ് ബേഡ്സിൻ്റെ സ്വഭാവം ഒരുപോലെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇതുങ്ങൾക്ക് എല്ലാ ദിവസവും രാവിലെ ഞാൻ ഈ പനിക്കൂർക്കയുടെ ഇല കൊണ്ട് കഴിക്കാനായിട്ട് കൊടുക്കും. ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതുകൊണ്ട് കൊടുക്കുമ്പോൾ ആദ്യം ഇവർ വയറൊക്കെ ഒന്ന് നിറഞ്ഞു കഴിയുമ്പോഴല്ലോ ഇതുങ്ങൾ തമ്മിൽ പരസ്പരം കൊത്തങ്ങ് തുടങ്ങും. ശക്തമായ കൊത്തൊക്കെ നടത്തുന്ന ദിവസങ്ങളുണ്ട്. അന്നേരം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ കൂട് പിടിച്ച് മൊത്തത്തിലങ്ങ് കുലുക്കും. അടി പിടിച്ചുകൊണ്ടിരുന്ന ഇതുങ്ങൾ ഒന്നിച്ച് വന്നിട്ട് സ്നേഹത്തോടെ അവിടെ ഇങ്ങനെ ചേർന്നിരിക്കുന്ന കാണാം. പിന്നെ കുറച്ച് ദിവസത്തേക്ക് ഭയങ്കര സ്നേഹമാണ്, വഴക്കൊന്നുമില്ല. ഇത് തന്നെയല്ലേ മലയാളിയുടെ സ്വഭാവവും. ഒരു ദുരന്തം, അത് വെള്ളപ്പൊക്കമാകട്ടെ ലാൻഡ് സ്ലൈഡ് ആയിക്കോട്ടെ, ഇത് വന്നു കഴിയുമ്പോൾ അവിടെ ജാതിയില്ല, മതമില്ല, എല്ലാവരും ഒന്നിച്ച് നിന്ന് പ്രവർത്തിക്കും. എന്നാൽ വെള്ളം ഇറങ്ങിക്കഴിയുമ്പോൾ പ്രശ്നം സങ്കീർണമാകും. ഈ ദുരന്ത സമയത്ത് ഒരേ മനസ്സോടെ നിൽക്കുന്ന മലയാളികൾക്ക് എന്തുകൊണ്ട് അടുത്തൊരു ലക്ഷ്യത്തിന് വേണ്ടി ഒന്നിച്ച് നിന്നുകൂടാ? നമ്മളിപ്പോൾ നേരിടുന്ന കുറച്ച് ചലഞ്ചസ് ഉണ്ടല്ലോ, സംരംഭകർ നേരിടുന്ന ചലഞ്ചസ്, യുവാക്കൾ നേരിടുന്ന തൊഴിലില്ലായ്മ, ജീവനക്കാർക്ക് ശമ്പളമില്ലായ്മ, ഇങ്ങനെയുള്ള പല പ്രതിസന്ധികൾ നമ്മൾ ഒന്നിച്ച് നിന്നാൽ തരണം ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അതിനുള്ളതായി മാറട്ടെ ഈ ഓണവും ഓണാഘോഷവും.